സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ ആലപ്പുഴ, ചേർത്തല, കായംകുളം. ആദ്യമായി തന്നെ നമുക്ക് ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കാം. ഇവിടെ LDF സ്ഥാനാർത്ഥി PP ചിത്തരഞ്ജൻ, UDF സ്ഥാനാർത്ഥി AD തോമസ്, NDA സ്ഥാനാർത്ഥി MJ ജോബ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ PP ചിത്തരഞ്ജൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച മണ്ഡലമാണ് ആലപ്പുഴ. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ മുന്നണികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 ഘടകങ്ങളിൽ എങ്ങനെയാണ് ആലപ്പുഴയിലെ സമ്മതിദായകർ ഓരോ മുന്നണികളെയും വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിന് LDF-നാണ് 1-ാം സ്ഥാനം, UDF 2-ാം സ്ഥാനത്ത്. യുവജന പിന്തുണയിൽ UDF ആണ് 1-ാമത്, LDF 2-ാമത്. വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, ഈ 2 ഘടകങ്ങളിലും LDF 1-ാമത് വന്നപ്പോൾ UDF 2-ാമതാണ്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1-ാമത്, LDF 2-ാമത്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി വിശകലനം നടത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ആലപ്പുഴ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും. ആലപ്പുഴയിൽ സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് LDF-ന് ഒരു നേരിയ ഭൂരിപക്ഷമാണ്. LDF സ്ഥാനാർത്ഥിക്ക് 41.81% വോട്ട് വീതവും UDF സ്ഥാനാർത്ഥിക്ക് 39.39% വോട്ട് വീതവും NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 19% വോട്ട് വീതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് ചേർത്തല നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ചേർത്തലയിലെ LDF സ്ഥാനാർത്ഥി P പ്രസാദ്, UDF സ്ഥാനാർത്ഥി KR രാജേന്ദ്ര പ്രസാദ്, NDA സ്ഥാനാർത്ഥി TP അനന്ത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ P പ്രസാദ് LDF സ്ഥാനാർത്ഥി ഏകദേശം 6000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് ചേർത്തല. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ ചേർത്തലയിലെ സമ്മതിദായകർ എങ്ങനെ ഓരോ മുന്നണികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യത, നേതൃപാടവം, ഈ 4 ഘടകങ്ങളിലും LDF-നാണ് അവർ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. 2-ാം സ്ഥാനം UDF-നും. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിലാകട്ടെ UDF 1-ാമതാണ്, LDF 2-ാമത്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക അപഗ്രഥനം നടത്തിയിരിക്കുകയാണ്. സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് നോക്കാം. ആര് ചേർത്തല ജയിക്കും. ചേർത്തലയിലൂടെ വ്യക്തമായ ഒരു LDF മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 46% വോട്ട് വിഹിതവും UDF-ന് 39.27% വോട്ട് വിഹിതവും NDA-ക്ക് ഏകദേശം 15% വോട്ട് വിഹിതവും സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. ഇനി നമുക്ക് കായംകുളം നിയമസഭാ മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി U പ്രതിഭ, UDF സ്ഥാനാർത്ഥി M ലിജു, NDA സ്ഥാനാർത്ഥി തമ്പി മേട്ടുത്തറ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ U പ്രതിഭ വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ഏകദേശം 47.74% വോട്ട് വിഹിതം നേടി വിജയിച്ച മണ്ഡലമാണ് കായംകുളം. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ കായംകുളത്തെ സമ്മതിദായകർ എങ്ങനെ ഓരോ മുന്നണികളെയും വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും LDF ആണ് 1-ാമത്, UDF 2-ാമത്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ UDF 1-ാമത് എത്തിയപ്പോൾ LDF 2-ാമതാണ്. നേതൃപാടവത്തിൽ LDF ആണ് 1-ാമത്, UDF 2-ാമത്. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1-ാമത് എത്തിയപ്പോൾ LDF 2-ാമതായി. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഓരോ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി അപഗ്രഥിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം കായംകുളം നിയമസഭാ മണ്ഡലം ആര് ജയിക്കും. കായംകുളത്ത് LDF-ന് ഒരു നേരിയ ഭൂരിപക്ഷം 43% വോട്ട് വീതമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥി തൊട്ടുപുറകെയുണ്ട് 39.11% വോട്ട് വീതവുമായി. NDA സ്ഥാനാർത്ഥിക്ക് ഏകദേശം 18% വോട്ട് വീതമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇതുവരെ സെമിയോട്ടിക്ക 115 നിയമസഭാ മണ്ഡലങ്ങളുടെ അവലോകനമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കാസർഗോഡ് UDF-ന് ഒരു മേൽക്കൈ
സെമിയോട്ടിക്ക പ്രവചിക്കുന്നുണ്ട്. എന്നാൽ അവിടെ NDA ഒരു സീറ്റ് നേടുവാനുള്ള സാധ്യതയുണ്ട്. കണ്ണൂര് LDFനാണ് 7 മുതൽ 8 സീറ്റ് നേടി മേൽക്കൈ. കോഴിക്കോടാകട്ടെ UDF ആണ്. വയനാടാകട്ടെ UDF വീണ്ടും, മലപ്പുറം വീണ്ടും UDF. പാലക്കാട് 6 നിയമസഭാ മണ്ഡലങ്ങൾ സെമിയോട്ടിക്ക പ്രവചനം നടത്തിയിട്ടുണ്ട്. അവിടെ LDF മുന്നേറ്റമാണ്. NDAക്ക് അവിടെ ഒരു സീറ്റ് ലഭിക്കുമെന്നും സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. തൃശ്ശൂരിൽ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. എറണാകുളത്ത് UDF തരംഗമെന്ന് തന്നെ വിളിക്കേണ്ടിയിരിക്കുന്നു. ഇടുക്കിയിൽ പ്രവചിച്ച 2 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFും LDFും ഓരോന്ന് വെച്ച് പങ്കുവയ്ക്കുവാനാണ് സാധ്യത. ഇടുക്കിയിൽ കോട്ടയത്ത് 3 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് നേരിയ മേൽക്കൈയുണ്ട്. ആലപ്പുഴയിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ അപഗ്രഥിച്ചപ്പോൾ അവിടെ LDFന് വ്യക്തമായ ഒരു മേൽക്കോയ്മയുണ്ട്. 6 മുതൽ 7 നിയമസഭാ സീറ്റുകളിലാണ് അവിടെ LDF ജയിക്കുവാനുള്ള സാധ്യത. പത്തനംതിട്ടയിൽ 3 മണ്ഡലങ്ങൾ സെമിയോട്ടിക്ക പ്രവചനം നടത്തിയിരിക്കുന്നു. അവിടെ 2 മുതൽ 3 സീറ്റ് LDFന് തന്നെ. കൊല്ലത്ത് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ സെമിയോട്ടിക്ക പ്രവചിച്ചിട്ടുണ്ട്. അവിടെ 6 മുതൽ 7 സീറ്റ് നേടി LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് 8 മുതൽ 9 സീറ്റ് LDFനാണ്. അവിടെ NDAക്ക് 2 മുതൽ 3 സീറ്റ് കിട്ടുവാനുള്ള സാധ്യത സെമിയോട്ടിക്ക പ്രവചിക്കുന്നു. മൊത്തത്തിൽ UDF ഏകദേശം 57 മുതൽ 68 സീറ്റ് ഈ 115 സീറ്റുകളിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. LDFന് ആകട്ടെ 45 മുതൽ 59 സീറ്റ് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. NDAക്ക് 2 മുതൽ 5 സീറ്റുകൾ വരെയും. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളിലേക്ക് ഞങ്ങൾ വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.